സമയം രാവിലെ 8 മണി. കൊച്ചുവേളിയിൽ നിന്ന് കടലിൽ പോയ ബൈജുവിന്റെ വലയ്ക്ക് പതിവിലും കൂടുതൽ ഭാരം. പക്ഷേ ആ ഭാരം മീനിൻ്റെതല്ലായിരുന്നു. കടൽ കൊമ്പന്മാരായ 2 തിമിംഗല സ്രാവുകളായിരുന്നു അതിനുള്ളിൽ. ഒരാളെ കടലിൽ വച്ച് തന്നെ തിരികെ അയച്ചു. പക്ഷേ രണ്ടാമത്തെ ആൾ വലയിൽ കുടുങ്ങി കരയ്ക്കെത്തി. ബൈജുവിന്റെ വലയും കീറി അതിനുള്ളിലെ മീനുകളും നഷ്ടപ്പെട്ടു. ഒരു 80,000 വരും നാശകർത്തം. അത് മുറിഞ്ഞതെല്ലാം അവിടെ തന്നെ ഇട്ടിരിക്കുന്നു മടി. അത് ഇനി ഒന്നേന്ന് പറഞ്ഞാൽ ശരിയാക്കണം. എത്രയോ വള്ളങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ടെന്ന് അറിയാമോ? വന്ന അധികാരികൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നഷ്ടം കൊടുക്കുക ഇന്നേ വരെ കൊടുത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ കടലിന്റെ മക്കൾ അതൊന്നും കാര്യമാക്കിയില്ല. അവർക്ക് എങ്ങനെയെങ്കിലും കടൽ കൊമ്പനെ തിരികെ ജീവനോടെ കടലിലേക്ക് തന്നെ അയക്കണമെന്നായി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ വേളി തീരത്തെത്തിയ അതിഥി തിരികെ കടലിലേക്ക്. ആ സന്തോഷത്തിന് പക്ഷേ നിമിഷ നേരത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊമ്പൻ വീണ്ടും കരയിലേക്കെത്തി. സ്രാവിന്റെ രക്ഷകൻ എന്നറിയപ്പെടുന്ന വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകൻ അജിത് ശംഖുമുഖം പക്ഷേ ആ ശ്രമം ഉപേക്ഷിച്ചില്ല. കൂടെ കൂടി തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളും കുട്ടികളും കോസ്റ്റ് ഗാർഡും. ഒടുവിൽ കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെ ബോട്ടിൽ കെട്ടി തിമിംഗലം സ്രാവിനെ കടലിലേക്ക് എത്തിച്ചു. 12 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ഫലം കണ്ടു. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിവൻ നമുക്കൊപ്പം ഉണ്ട്. ജിവൻ, വല്ലാത്തൊരു ദൗത്യമായില്ലേ? 10-12 മണിക്കൂർ അതിനുവേണ്ടി കുറേ ആളുകൾ ശ്രമിച്ചു എന്ന നല്ല കാര്യം. പക്ഷേ അതിൽ അവർ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് വരുന്ന ഒരു നഷ്ടം അത് പരിഹരിക്കപ്പെടാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിലല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ നിന്ന് ഒരുപക്ഷെ അവർ പിന്നോട്ട് വലിഞ്ഞു പോലെ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരത്തും കൊല്ലത്ത് തീരങ്ങളിൽ തിമിംഗല സ്രാവുകൾ കരയ്ക്കടിയുന്നത് പതിവായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മാത്രം കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഏകദേശം 19ഓളം സ്രാവുകളാണ് കരയ്ക്കടിയുന്നത്. ഇതിൽ പലതും ഈ ഇവിടെ നിന്ന് മത്സ്യബന്ധനത്തിനായി ഉൾക്കടലിലേക്ക് പോകുന്നവരുടെ വലയിൽ കുടുങ്ങിയാണ് പല തിമിംഗലങ്ങളും തീരത്തേക്ക് എത്തുന്നത്. പക്ഷേ ഇതൊരു ദുസൂചനയായിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ കാരണം കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ തന്നെ ഈ ഒരു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തിമിംഗല സ്രാവുകൾ കരയ്ക്കടിയുന്നത് പതിവായിരുന്നു. അന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ തിമിംഗല സ്രാവുകൾ കരയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കടലിൻ്റെ അടിത്തട്ടിൽ എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിക്കേണ്ട, അതുകൊണ്ട് പേടിച്ചുകൊണ്ട്. കാരണം ഈ തിമിംഗല സ്രാവുകൾ ഇത്രയും വലിപ്പമുള്ളതും കടലിൽ തന്നെ കടൽ കൊമ്പനെന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലെ ഏറ്റവും പേടിയുള്ള ഒരു ജീവി കൂടിയാണ് ഈ തിമിംഗല സ്രാവ് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതുകൊണ്ടാണ് എന്തെങ്കിലും കടലിൻ്റെ ഉള്ളിൽ പേടിക്കത്തക്ക എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കരയിലേക്ക് അടുത്ത് വരുന്നതെന്നും കൂടി അവർ പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഇവർ ഇതേ രീതിയിൽ പറഞ്ഞ് ഏകദേശം ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ തിരുവനന്തപുരത്തെ തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം ആങ്ങിയടിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു പേടിയും കൂടി ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. എന്തായാലും തങ്ങളുടെ തീരത്ത് അതിഥികളായി എത്തിയ ഈ തിമിംഗല സ്രാവുകളെ എങ്ങനെ അവർക്ക് നോക്കാൻ പറ്റുമോ അതേ നല്ല രീതിയിൽ തന്നെ നോക്കും. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം കൊച്ചുവേളി തീരത്ത് 2 തിമിംഗല സ്രാവുകളാണ് വന്നത്. അതിൽ ഈ പറഞ്ഞിട്ടുള്ളതുപോലെ ഒന്നിനെ കടലിൽ വെച്ച് തന്നെ തിരികെ അയക്കുകയും ചെയ്തു, മറ്റൊന്ന് ഈ വലയിൽ കുടുങ്ങി തീരത്തടിക്കും. പക്ഷേ ഏകദേശം 12 മണിക്കൂറോളം നീണ്ട ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് അവിടെ നടന്നത്. കാരണം പല തവണ അവർ ഈ തിമിംഗല സ്രാവിനെ കടലിലേക്ക് തിരികെ അയക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ പലതവണയും പോയിട്ട് ഇത് വീണ്ടും തിരികെ ഇങ്ങോട്ടേക്ക് തന്നെ തീരത്തേക്ക് തന്നെ മടങ്ങി വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഈ അജിത് ശംഖുമുഖം എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഈ വൈൽഡ് ലൈഫ് കൺസർവേറ്റർ കൂടിയാണ്, വൈൽഡ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കൺസർവേറ്റർ കൂടിയാണ്, ഈ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ തിരുവനന്തപുരം കൊല്ലം തീരങ്ങളിലൊക്കെ ഈ കരയ്ക്കടിയുന്ന സ്രാവുകളെ തിരികെ കടലിലേക്ക് ജീവനോടെ വിടുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നലെയും ഈ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും എടുത്ത് പറയുന്നത് കുട്ടികളാണ്. ശ്രമിച്ചിട്ടാണെങ്കിലല്ലേ അതിനെ സുരക്ഷിതമായി കടലിലേക്ക് അയക്കാൻ കഴിഞ്ഞു, നല്ല കാര്യമാണ്. പക്ഷേ അവർക്ക് വരുന്ന ഒരു നഷ്ടം 80,000 രൂപയുടെയൊക്കെയാണ് വില കീറിപ്പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടം, അത് പരിഹരിക്കാനുള്ളൊരു സംവിധാനങ്ങൾ കൂടി ഉണ്ടാകട്ടെ.